കുറേ നാളായി ഞങ്ങൾ ഗോപാല കഷായം കുടിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഗോപാല കഷായം കുടിച്ചേ തീരുള്ളൂ എന്നുള്ള ഭാഷയിൽ ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ്. ഗോപാല കഷായം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിനെയാണ് ഇവിടുത്തുകാർ ഗോപാല കഷായം എന്ന് പറയുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് ഒരു പൊതു സംസാരം. പക്ഷേ എളുപ്പത്തിൽ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് ഈ അമ്പലപ്പുഴ പാൽപ്പായസം എങ്ങനെ നമുക്ക് വാങ്ങിച്ചെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ മുഴുവൻ വീഡിയോ നിങ്ങൾ കാണണേ. ഞങ്ങൾ കരുനാഗപ്പള്ളിക്കാരാന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രാവിലെ 9:30 കൊല്ലം ആലപ്പുഴ പാസഞ്ചറിലാണ് ഞങ്ങൾ കയറിയത്. ഒരാൾക്ക് 10 ഉറുപ്പ്യേ ഉള്ളൂ. അതുകൊണ്ട് 20 ഉറുപ്പ്യക്ക് നമുക്ക് അമ്പലപ്പുഴയിൽ എത്താം. അതാകുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ട് വരികയും ചെയ്യാം. ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം 10:30 ആയിക്കൊണ്ടാണ് ഞങ്ങൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ ഇതാണ് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓട്ടോ സ്റ്റാൻഡൊക്കെ കാണാം. പക്ഷേ അമ്പലത്തിലേക്കാണ് പോകേണ്ടത് എങ്കിൽ ഓട്ടോ പിടിക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നീട്ടി വലിച്ചൊന്ന് നടന്നാൽ നമുക്ക് അമ്പലത്തിലെത്താൻ പറ്റും. പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ ഓട്ടോ പിടിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഇവിടെ എത്തിയേ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 3 വിധത്തിലാണ് നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസം വാങ്ങിക്കാൻ കഴിയുന്നത്. ഒന്ന് ഓൺലൈൻ ബുക്കിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് വഴി എടുക്കുന്നില്ല എന്നാണ് കേട്ടത്. രണ്ടാമത്തത് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് വല്ല സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടാവണം എങ്കിൽ അവർ പോയിട്ട് നേരത്തെ ബുക്ക് ചെയ്ത് വാങ്ങിച്ചോളും. മൂന്നാമത്തതാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നവർക്ക് അമ്പലപ്പുഴ പാൽപ്പായസം എളുപ്പത്തിൽ കിട്ടാനുള്ള വഴി. അപ്പോൾ ഇനി അത് ശ്രദ്ധിച്ചോ. ഞങ്ങളിപ്പോൾ ഉള്ളത് ക്ഷേത്രത്തിൻ്റെ പിൻവശത്താണ്. പക്ഷേ പാൽപ്പായസം കിട്ടണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് അവിടെ ഒരു ആൽമരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ആൽമരത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഗുരുവായൂർ നട എന്നുള്ളൊരു ബോർഡുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ചെറിയൊരു ഇടനാഴിയുണ്ട്. അവിടെ ക്യൂ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പാൽപ്പായസം കിട്ടുള്ളൂ. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യം രാവിലെ 10 മണിയായിക്കൊണ്ട് നിങ്ങൾ ഈ ക്യൂവിൽ എത്തുകയാണ് എങ്കിൽ 30 പേർക്കോളം ഒരാൾക്ക് 1 ലിറ്റർ പാൽപ്പായസം വെച്ചിട്ട് കിട്ടും. ഞങ്ങൾ എത്തിയപ്പോഴേക്കും 10:45 അതുകൊണ്ട് ജസ്റ്റിനാണ് ഞങ്ങൾക്ക് ആ ടോക്കൺ മിസ്സായത്. ഇനിയിപ്പം 1:15 വരേക്കും നമ്മളിവിടെ ഈ ക്യൂവിൽ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ അമ്പലത്തിൻ്റെ മൊത്തം വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടത്തേത്. എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാല കൃഷ്ണന്റെ ഭാവവും ഗുരുവായൂരപ്പന്റെ ഭാവത്തിലും സങ്കല്പിച്ചു വരുന്നുണ്ട്. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസം സേവിക്കുവാൻ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുമെന്നൊരു ഐതിഹ്യമുണ്ട്. ഇക്കാരണത്താലാണ് ഇവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത്. വെള്ളവും പാലും അരിയും പഞ്ചസാരയുമാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ചേരുവകൾ. ആദ്യകാലങ്ങളിൽ 36 പറ പാലും അതിനുവേണ്ട അരിയും പഞ്ചസാരയുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് 71 ലിറ്റർ പാല്, 284 ലിറ്റർ വെള്ളം, 9 കിലോ അരി, 15 കിലോ പഞ്ചസാരയും ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ അളവ് പ്രകാരം അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. രാവിലെ കൃത്യം 6 മണിക്ക് ഒരു വലിയ വാർപ്പിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പാലു ചേർത്ത് സാവധാനത്തിൽ വറ്റിക്കുന്നു. 11 മണിയോടുകൂടി വെള്ളം ഏതാണ്ട് മുഴുവനും വറ്റിക്കഴിയുമ്പോൾ അരി ചേർക്കുന്നു. 1 മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും പാലിൻ്റെ 11 ഭാഗം കൂടി വറ്റിക്കഴിയും. അപ്പോൾ പഞ്ചസാര ചേർത്തിളക്കി പകർന്നെടുത്ത് നിവേദിക്കുന്നു. പഞ്ചസാര കൊണ്ടുവരേണ്ട സമയമാകുമ്പോൾ ശാന്തിക്കാരൻ വാസുദേവ എന്ന് നീട്ടി വിളിക്കുന്നത് ഇവിടുത്തെ ആചാരമാണ്. ഇങ്ങനെയാണ് അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കുന്നത്. കഷായത്തിൽ എന്ന പോലെ ധാരാളം വെള്ളത്തിൽ പാല് വേവിച്ചെടുക്കുന്നത് കൊണ്ടായിരിക്കണം ഇതിനെ ഗോപാല കഷായം എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പ്രശസ്തമായ പാൽപ്പായസ നിവേദ്യങ്ങളുണ്ടെങ്കിലും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അത്ര പ്രശസ്തി അവയ്ക്കില്ല. അമ്പലപ്പുഴ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യപ്രകാരം വില്വമംഗലത്ത് സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത്. ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയം ഓടക്കുഴൽ ഗാനം കേട്ട് രാജാവ് ചുറ്റുപാടും നോക്കി. എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു.
അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ പണി ചെയ്യപ്പെട്ടതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. കേരളത്തിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രമായും അമ്പലപ്പുഴയ്ക്ക് ഒരു വലിയ ബന്ധമുണ്ട്. ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിക്കുമോ എന്ന് സംശയം തോന്നിയ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ശാന്തിക്കാരും കഴുകക്കാരും കൂടി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു. പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ പ്രത്യേകം ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും പണികഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തി. ഇന്നും അമ്പലപ്പുഴയിൽ ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറുമെല്ലാം ഉണ്ട്. എന്നാൽ സമീപത്തെ ക്ഷേത്രങ്ങൾ പലതും തകർത്തിട്ടും ടിപ്പുവിന് ഗുരുവായൂർ ക്ഷേത്രം മാത്രം തകർക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഗുരുവായൂരിലേക്ക് വിഗ്രഹം മടക്കിക്കൊണ്ടുപോയി. ഇന്നും അമ്പലപ്പുഴയിൽ പാൽപ്പായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം. അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമായി ഭക്തർ വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് നമുക്കൊരു വലിയ ഓലമേഞ്ഞൊരു കളിത്തട്ട് കാണാം. അവിടെ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇന്നും ഒരു കേടുപാടുകളും കൂടാതെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇതിനിടക്ക് ഞങ്ങൾ ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ തൃക്കൈ വെണ്ണ കൂടി വഴിപാടാക്കിയായിരുന്നു. അപ്പം അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊടുത്ത് അവർ പൂജിച്ച് പ്രസാദം ഞങ്ങൾക്ക് തന്നായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പോയത്. 1:15 പാൽപ്പായസത്തിനുള്ള അടുത്ത ടോക്കൺ കൊടുത്തു തുടങ്ങി. നേരത്തെ ഞങ്ങൾക്ക് ജസ്റ്റ് മിസ്സിനാണ് കിട്ടാഞ്ഞത്, പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് കിട്ടി. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ബാക്കി വരുന്ന ഒരു 30 പേർക്ക് ബൈ ലക്കിന് നമുക്ക് കിട്ടത്തുള്ളൂ. 1/2 ലിറ്ററിന് 80 രൂപയാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് ഒരുമിച്ചിട്ട് അവർ കൊടുക്കത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ പാൽപ്പായസം വേണ്ടത് അത്രയും പേര് നിങ്ങളെ കൂടെ ഉണ്ടാവണം. കാശ് തന്നെ നിങ്ങൾ കയ്യിൽ കരുതുക. എന്താണെന്ന് വെച്ചാൽ അവിടെ GPay ഒന്നും നടക്കൂല, ഭയങ്കരം തിരക്കായിരിക്കും. അമ്പലപ്പുഴയിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ പാൽപ്പായസം എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം.